ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ നരസിംഹാഷ്ടകത്തെ കുറിച്ചാണ്. ഭഗവാൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള അത്യുജ്വലമായ ഒരു സ്തോത്രമാണ് ഇത്. നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ നരസിംഹാഷ്ടകം. ശ്രീമദകലങ്ക പരിപൂർണ ശശികോട്ടി ശ്രീധര മനോഹര സടാപടല കാന്ത പാലയ കൃപാലയ ഭവാംബുധി നിമഗ്നം ദൈത്യവര കാല നരസിംഹ നരസിംഹ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ ഭഗവാനെ പല പേരുകളിൽ വിളിക്കുകയാണ്. ആദ്യം തന്നെ വിളിക്കുന്നത് കാന്ത എന്ന് പറഞ്ഞിട്ടാണ്. കാന്ത എന്ന് പറഞ്ഞാൽ ഭർത്താവ്. ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ കാന്തനാണ്. സാക്ഷാത് ലക്ഷ്മി ഭഗവതിയുടെ പതിയായിരിക്കുന്നത് കൊണ്ടും ഭഗവാൻ കാന്തനാണ്. വളരെയധികം തേജസ് ഉള്ളവനായതുകൊണ്ടും ഭഗവാൻ കാന്തനാണ്. അതുകൊണ്ട് ഭഗവാനെ കാന്ത എന്ന് വിളിച്ചു. എങ്ങനെയുള്ള കാന്തനാണ്? സടാപടല കാന്ത. സടാപടലയോട് കൂടിയ കാന്തനായിരിക്കുന്നവനാണ്. സടാപടലങ്ങൾ എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ മുഖത്തിലുള്ള രോമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനെ സട എന്നാണ് പറയുക. പടല ശബ്ദത്തിന് കൂട്ടം എന്നാണ് അർത്ഥം. അപ്പൊ സിംഹത്തിന്റെ മുഖത്തിന് ചുറ്റും സടാപടലം ഇങ്ങനെ പടർന്നു നിൽക്കുമ്പോൾ സിംഹത്തിന് ഗാംഭീര്യം വർദ്ധിക്കും. ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം സിംഹമുഖമായിരുന്നു. അപ്പൊ സിംഹത്തിനുള്ളതുപോലെ തന്നെ സടാപടലം അദ്ദേഹത്തിനുമുണ്ട്. അപ്പോൾ സൂര്യന്റെ കിരണങ്ങൾ പടർന്നു നിൽക്കുന്ന പോലെ ഭഗവാന്റെ മുഖത്തിന് ചുറ്റും സടാപടലം ഇങ്ങനെ പാറിക്കളിക്കുകയായിരുന്നു. അപ്പൊ അത്രയും ഗാംഭീര്യം അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരുന്നു, അത്രയും തേജസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സടാപടല കാന്ത. ആ സടാപടലം എപ്രകാരമുള്ളതായിരുന്നുവെന്ന് മറ്റു പദങ്ങൾ വർണ്ണിക്കുന്നു. ശ്രീമദ കലങ്ക പരിപൂർണ ശശികോട്ടി ശ്രീധര. ശ്രീമദ് ശ്രീ ഉള്ള, ഐശ്വര്യമുള്ള, അകലങ്ക കലങ്കം ഇല്ലാത്തത്. കലങ്കം എന്നാൽ പാട്. അപ്പൊ പാട് ഇല്ലാത്തത്. പരിപൂർണ ശശി. ശശി എന്നാൽ ചന്ദ്രൻ. പരിപൂർണ ശശി എന്ന് പറയുമ്പോൾ പൂർണ്ണചന്ദ്രൻ. പൂർണ്ണചന്ദ്രന് നല്ല തേജസ്സാണ്, നല്ല കാന്തിയാണ്. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. അതിൽ കളങ്കമുണ്ട്, ചില പാടുകളുണ്ട്. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ മുയലിന്റെ ഒരു ആകൃതി അതിൽ കാണാം. അപ്പൊ അതുകൊണ്ട് മുയലിന്റെ കളങ്കമുള്ളവൻ എന്ന അർത്ഥത്തിൽ ശശി എന്ന പേര് അദ്ദേഹത്തിന് വന്നു. ശശം എന്നാൽ സംസ്കൃതത്തിൽ മുയൽ എന്നാണ് അർത്ഥം. അപ്പൊ മുയലിന്റെ കളങ്കമുള്ളത് കൊണ്ട്, ശശത്തിന്റെ കളങ്കമുള്ളത് കൊണ്ട് ശശി എന്ന് ചന്ദ്രനെ വിളിക്കുന്നു. അപ്പൊ ചന്ദ്രന് പൊതുവെ നല്ല കാന്തിയാണ്. പൂർണ്ണചന്ദ്രൻ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അതിൽ കളങ്കമുണ്ട്. എന്നാൽ പൂർണ്ണചന്ദ്രൻ കളങ്കമില്ലാത്ത വിധം ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ പൂർണ്ണചന്ദ്രനാണ്, നല്ല കാന്തിയുണ്ട്, എന്നാൽ ഒരല്പം പോലും കളങ്കമില്ല, പാടില്ല. അങ്ങനത്തെ പൂർണ്ണചന്ദ്രന് നല്ല ഐശ്വര്യമുണ്ട്. അതാണ് ശ്രീമദ് എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കോടി, ഒരു ചന്ദ്രനല്ല, കോടിക്കണക്കിന് പൂർണ്ണചന്ദ്രന്മാരെ സങ്കല്പിക്കുക. ഒരല്പം പോലും കളങ്കമില്ലാത്ത കോടിക്കണക്കിന് പൂർണ്ണചന്ദ്രന്മാര് ഒരുമിച്ച് ഉദിച്ചുയർന്നു നിൽക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. അപ്പൊ എത്ര കാന്തി ഉണ്ടാവും, എത്ര തേജസ് ഉണ്ടാവും. അങ്ങനത്തെ ശ്രീയെ ധരിച്ചിരിക്കുന്നവൻ, അതാണ് ശ്രീധരൻ. അപ്പൊ കോടിക്കണക്കിന് പൂർണ്ണചന്ദ്രന്മാർ ഒരല്പം പോലും കലങ്കമില്ലാതെ തേജസ്സോടുകൂടി ശോഭിച്ച് നിൽക്കുമ്പോൾ എത്ര ഐശ്വര്യമുണ്ടോ അത്രയും ഐശ്വര്യത്തെ ധരിച്ചിരിക്കുന്ന സടാപടലത്തോടു കൂടിയവനാണ് ഭഗവാൻ നരസിംഹമൂർത്തി. മനോഹര. ഇത്രയും അധികം ഐശ്വര്യമുള്ളത് കൊണ്ട് സ്വാഭാവികമായും അത് മനസ്സിനെ ഹരിക്കും. അതുകൊണ്ട് മനോഹരമാണ്, സുന്ദരമാണ് എന്നൊരർത്ഥം. മനസ്സിനെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് മനോഹരം. ഇനി മനസ്സിന് ലയത്തെ കൊടുക്കുന്നത് കൊണ്ടും മനോഹരമാണ്. അതായത് ഭഗവാന്റെ ആ ഭാവത്തെ ഭക്തൻ കാണുന്ന സമയത്ത് അവന്റെ മനസ്സ് ലയിക്കും, ശാന്തമായി ഭവിക്കും. അതിൽ പിന്നെ ഒരു ആഗ്രഹവും ശേഷിക്കില്ല. എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ടുള്ള ആ ഭാവത്തിൽ ആ മനസ്സിരിക്കും. അതുകൊണ്ടും അത് മനോഹരമാണ്. അങ്ങനെയുള്ള സടാപടലയോടുകൂടിയ കാന്തനാണ് ഭഗവാൻ. ഇനി ഇത് തന്നെ 3 നാമങ്ങളായിട്ടും എടുക്കാം, 3 സംബോധനകളായിട്ട് എടുക്കാം. അതിലെ ആദ്യത്തെ പദം ശ്രീമദ കലങ്ക പരിപൂർണ ശശികോട്ടി ശ്രീധര. ഐശ്വര്യപൂർണമായിട്ടുള്ള കളങ്കമില്ലാത്ത
കോടിക്കണക്കിന് പൂർണ്ണചന്ദ്രന്റെ ശ്രീയിനെ ധരിച്ചിരിക്കുന്നവൻ. അത് കഴിഞ്ഞ് മനോഹര, മനസ്സിനെ ഹരിക്കുന്നവൻ. സടാപടല കാന്ത, സടാപടലയോടുകൂടി ശോഭിക്കുന്നവൻ. ഇങ്ങനെ 3 പദങ്ങളായിട്ടും എടുക്കാം. എന്നാൽ ഒറ്റ പദമായിട്ടെടുത്ത് വ്യാഖ്യാനിക്കുന്നതാണ് കൂടുതൽ സുന്ദരം. അപ്പൊ അങ്ങനെയുള്ള നരസിംഹമൂർത്തിയെ വിളിക്കുകയാണ്. അല്ലയോ സടാപടല കാന്ത, എൻ്റെ വിളി കേട്ടാലും. എന്തിനാണ് വിളിക്കുന്നത്? പാലയ, എന്നെ ഒന്ന് പാലിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ, എനിക്ക് മറ്റൊരു ആശ്രയമില്ല. എന്തിനാണ് എനിക്ക് പാലനം ആവശ്യം? അതിനുള്ള കാരണം പറയുന്നു. ഭവാംബുധി നിമഗ്നം, ഞാൻ ഭവാംബുധിയിൽ നിമഗ്നനാണ്. ഭവശബ്ദത്തിന് സംസാരം എന്നർത്ഥം, ജനന മരണ ചക്രം. അംബുധി എന്ന് പറഞ്ഞാൽ സാഗരം. അപ്പൊ സംസാരത്തെ ഒരു സാഗരമായിട്ട് ഉപമിച്ചിരിക്കുന്നു. ആ സംസാര സാഗരത്തിൽ നിമഗ്നം, മുങ്ങിയവനാണ് ഞാൻ. എനിക്ക് മറ്റൊരാശ്രയമില്ല. ഇതിൻ്റെ കര കയറാൻ എനിക്ക് സാധിക്കുന്നില്ല, നീന്താൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കർമ്മം ചെയ്തത് കൊണ്ട് ജനിച്ചു, ജനിച്ചത് കൊണ്ട് കർമ്മം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഫലം നേടുന്നു, ആ ഫലത്തെ ഭുജിക്കാനായിട്ട് വീണ്ടും ജനിക്കുന്നു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ എനിക്ക് സാധിക്കുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി, എനിക്ക് ഒരേ ഒരു ആശ്രയമായിട്ടുള്ളത് അവിടുന്നാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ആശ്രയം പ്രാപിക്കുന്നു. അപ്പോൾ ഈ ഭവാംബുധിയിൽ നിമഗ്നനായിരിക്കുന്ന എന്നെ പാലയ, അതിനുവേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അതായത് ഭഗവാനെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവിടുന്ന് കൃപാലയ, കൃപയുടെ ആലയമായിരിക്കുന്നവനാണ്. ആലയം എന്നാൽ വാസസ്ഥാനം. കൃപ വസിക്കുന്നത് അങ്ങയിലാണ്. ഞാൻ സംസാര സാഗരത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ, അങ്ങയെ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. അല്ലയോ കാന്ത എന്ന് പറഞ്ഞ് ഞാൻ അങ്ങയെ വിളിക്കുന്ന സമയത്ത് ഞാൻ മുങ്ങുകയാണെന്ന് മനസ്സിലാക്കിയാൽ, ഞാൻ കഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയാൽ, അങ്ങയുടെ ഉള്ളിൽ നിന്നും ആ കൃപ പുറത്തേക്ക് ഒഴുകും. അങ്ങ് ഇടക്കണ്ണുകൊണ്ട് കടാക്ഷമായിട്ട് എന്നെ ഒന്ന് നോക്കിയാൽ പോലും ആ കൃപ എന്നിലേക്ക് എത്തും, ഞാൻ രക്ഷപ്പെടും. അതെനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങ് അത്രയും സമർത്ഥനാണ്. അങ്ങയുടെ സാമർഥ്യം സൂചിപ്പിക്കാനായിട്ടൊരു പദം ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈത്യവര കാല. വരശബ്ദത്തിന് ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. അപ്പൊ ദൈത്യന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ ദൈത്യവരൻ, അവരുടെ കാലനായിട്ട് ആവിർഭവിച്ചവൻ. ദൈത്യവര ശബ്ദം കൊണ്ട് ഹിരണ്യകശിപുവിനെ സൂചിപ്പിക്കുന്നു. 3 ലോകത്തെയും കീഴ്പ്പെടുത്തിയവൻ, എല്ലാവരെയും ഭയപ്പെടുത്തിയവൻ. അവനെ അതിക്രമിക്കാൻ ഒരാൾക്ക് പോലും സാധിക്കില്ല എന്ന് ലോകം വിശ്വസിച്ചു. ആ ഭാവത്തിൽ ഇരുന്ന അവനെ വളരെ നിസ്സാരമായി വധിച്ചവനാണ് അങ്ങ്. അതുകൊണ്ട് ദൈത്യവരകാല. അപ്പൊ അത്രയും സാഹസത്തെ ഇത്രയും ലഘുവായി ചെയ്യാൻ അവിടുത്തേക്ക് സാധിക്കുമെങ്കിൽ ഉറപ്പായും അങ്ങയ്ക്ക് എന്നെ രക്ഷിക്കാൻ പറ്റും. മാത്രവുമല്ല, അങ്ങ് കൃപാലയനാണ്, കൃപയുടെ ആലയമാണ് അങ്ങ്. അതുകൊണ്ട് എന്നെ പാലിച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വിളിക്കുന്നു, നരസിംഹ നരസിംഹ. 2 തവണയാണ് വിളിക്കുന്നത്. ആ വ്യഗ്രത കാണിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഇപ്പോൾ തന്നെ അങ്ങയുടെ ആശ്രയം വേണം. ഞാൻ അത്രയും അധികം സംസാരത്തിൽപ്പെട്ട് ദുഃഖിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് 2 തവണ വിളിച്ചിരിക്കുന്നു. നരനും സിംഹവും ചേർന്ന ഭാവത്തിൽ ആവിർഭവിച്ചതുകൊണ്ട് നരസിംഹമൂർത്തിയാണ് അവിടുന്ന്. സിംഹ ശബ്ദത്തിന് ശ്രേഷ്ഠമെന്ന അർത്ഥമുണ്ട്. അപ്പോൾ നരന്മാരുടെ ഉള്ളിൽ ഏറ്റവും ശ്രേഷ്ഠനായി ഇരിക്കുന്നവൻ, അവിടെ ശ്രേഷ്ഠത ആത്മഭാവത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നരന്മാരുടെ ആത്മാവായിട്ട് ശോഭിക്കുന്നവൻ നരസിംഹൻ. ഇനി നരദേഹം സ്വീകരിച്ചവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടിരിക്കുന്നവൻ നരസിംഹൻ. ഭഗവാൻ എപ്പോഴെല്ലാം ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവത്തെ പ്രകാശിപ്പിച്ചവനാണ്. അതുകൊണ്ട് നരസിംഹൻ. ഇനി നരസിംഹ ശബ്ദത്തിന് രാജാവ്, ചക്രവർത്തി എന്നർത്ഥമുണ്ട്. ലോകത്തിന് മുഴുവൻ പാലനം കൊടുക്കുന്ന ചക്രവർത്തിയാണ് അങ്ങ്. അതുകൊണ്ടാണ് അങ്ങയെ വിളിച്ച് ഞാൻ പാലയ പാലയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അങ്ങ് എന്നെ പാലിക്കുക എന്ന് 1-ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. ശ്രീമദ കലങ്ക പരിപൂർണ ശശികോട്ടി ശ്രീധര മനോഹര സടാപടല കാന്ത പാലയ കൃപാലയ ഭവാംബുധി നിമഗ്നം ദൈത്യവരകാല നരസിംഹ നരസിംഹ. തുടർന്ന് 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പാദകമലാവന തപാതകി ജനാനാം പാദകദവാനല പതത്രിവരകേതോ ഭാവന പരായണ ഭവാർത്തിഹരയാമാം പാഹി കൃപയൈവ നരസിംഹ നരസിംഹ. ഇവിടെ ഭഗവാനെ വിളിക്കുന്നത് പതത്രിവരകേതോ എന്നാണ്. പതത്രി എന്ന് പറഞ്ഞാൽ പക്ഷി, വരശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്നർത്ഥം. അപ്പൊ പക്ഷികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ പതത്രിവരൻ, അതായത് ഗരുഡൻ. ഗരുഡനാണ് പക്ഷി രാജാവ്. അപ്പൊ പതത്രിവരനെ കേതുവാക്കിയവൻ പതത്രിവര കേതു.
കേതു എന്ന് പറഞ്ഞാൽ കൊടി. അപ്പോൾ ഒരു യോദ്ധാവ് യുദ്ധത്തിന് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് യോദ്ധാക്കൾ ഉണ്ടെങ്കിൽ വരുന്നത് ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് അവൻ്റെ കൊടിയടയാളത്തെയാണ് നോക്കുക. അപ്പോൾ കൊടിയിലുള്ള ചിഹ്നം കണ്ടാൽ, അവൻ്റെ കൊടിയെ കണ്ടാൽ ആരാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അർജുനനെ കപിധ്വജൻ എന്ന് പറയും. അതുപോലെ ഭഗവാന് ഗരുഡധ്വജൻ എന്നൊരു പേരുണ്ട്. കാരണം ഗരുഡനെയാണ് കൊടിയടയാളമാക്കിയിട്ടുള്ളത്. അപ്പോൾ പക്ഷികളുടെ രാജാവായ ഗരുഡനെ കൊടിയിൽ കണ്ടാൽ ഭഗവാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നവനാണ് ഗരുഡൻ. അവനെ കൊടിയടയാളമാക്കിയവനാണ്. അതായത് അത്രയും ഉയരത്തിലുള്ള ഭാവമാണ് ഭഗവാനുള്ളത്. പരാത്പരനാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ്. അത്രയും സൂക്ഷ്മ സ്വരൂപനാണ് എന്ന് വ്യക്തമാക്കാൻ കൂടിയാണ്. ഗരുഡന്റെ വേഗതയിൽ ഭക്തരുടെ അടുത്തേക്ക് വരുന്നവനാണ്. ഒന്ന് വിളിച്ചാൽ മതി, അപ്പോൾ തന്നെ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് ഭക്തർക്ക് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഗരുഡനെ കൊടിയടയാളമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പതത്രി വര കേതുവാണ് ഭഗവാൻ. ആ ഭഗവാനെ വിളിക്കുകയാണ് പതത്രി വര കേതു. അദ്ദേഹത്തോട് പറയുകയാണ് പാതകി ജനാനാം, പാതകങ്ങൾ ചെയ്തിട്ടുള്ള ജനങ്ങൾ. പാതകങ്ങൾ എന്നാൽ പാപങ്ങൾ. ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ പാപങ്ങളുടെ ഫലമായിട്ട് ദുഃഖം അനുഭവിച്ചേ മതിയാകും. ആ ദുഃഖം അനുഭവിച്ച് തീർക്കുകയല്ലാതെ അവർക്ക് മറ്റൊരു നിവൃത്തിയില്ല. എന്നാൽ അങ്ങനെയുള്ള കൊടിയ പാപം ചെയ്തിട്ടുള്ള ജനങ്ങൾ പാദകമല അവനത, പാദകമലത്തെ ആശ്രയിച്ചാൽ, അതിൻ്റെ മുമ്പിൽ നമസ്കരിച്ചാൽ. കമലം എന്നാൽ താമര. താമരയ്ക്ക് സമാനമായിട്ടുള്ള പാദങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ. അപ്പൊ അങ്ങനത്തെ പാദങ്ങളുടെ മുമ്പിൽ, കാലുകളുടെ മുമ്പിൽ അവർ വന്ന് സാഷ്ടാംഗം വീണ് അങ്ങയെ പ്രണമിച്ചാൽ, അവർ വലിയ പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവർക്ക് അങ്ങ് പാതക ദവാനലനായിട്ട് ഭവിക്കും. പാതകം എന്നാൽ പാപം, ദവാനലൻ എന്നാൽ കാട്ടുതീ. അപ്പം അങ്ങ് അവരുടെ പാപങ്ങളെ മുഴുവൻ എരിക്കുന്ന, അതിനെ ഭസ്മമാക്കുന്ന കാട്ടുതീയായിട്ട് ഭവിക്കും. സാധാരണ പാപം ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ മാത്രമേ അതിൽ നിന്നും മോചനമുള്ളൂ. അതല്ലെങ്കിൽ അത് മുഴുവൻ അനുഭവിച്ചു തീർക്കണം. അതല്ലാതെ വഴിയില്ല. എന്നാൽ ഒരു എളുപ്പ വഴിയുണ്ടെന്നാണ് കവി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക. എത്ര വലിയ പാതകി ജനങ്ങളാണെങ്കിലും, എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, പത്മത്തിന് സമാനമായി കോമളമായിരിക്കുന്ന ആ പാദങ്ങളിൽ ഒന്ന് വീണ് നമസ്കരിച്ചാൽ, അല്ലയോ പ്രഭു അങ്ങ് മാത്രമാണ് എനിക്ക് ശരണമെന്ന പൂർണ്ണ ബോധത്തോടുകൂടി ശരണം പ്രാപിച്ചാൽ ഉറപ്പായും ആ നിമിഷം തന്നെ ഒരു കാട്ടുതീയെ കാട്ടിനെ ഭസ്മമാക്കുന്ന പോലെ നമ്മളുടെ എല്ലാ പാപങ്ങളെയും ആ ഭഗവാൻ ഭസ്മമാക്കും. അങ്ങനെയുള്ളവനാണ് അവിടുന്ന്. ഭാവന പരായണ, ഭാവനയാൽ പ്രാപിക്കപ്പെടുന്നവൻ ഭാവന പരായണൻ. ഭാവന ശബ്ദം കൊണ്ട് ഇവിടെ ഭക്തിയെ സൂചിപ്പിക്കുന്നു. ഭഗവാനെ നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധിക്കുകയില്ല. കാരണം ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതനല്ല. അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു രൂപം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച്, നമ്മൾ പുരാണങ്ങളിൽ നിന്നും ഗുരുമുഖത്തിൽ നിന്നും കേട്ടിട്ടുള്ള വൈഭവങ്ങളെല്ലാം ആ രൂപത്തിന് ചാർത്തി ആ രൂപത്തെ നമ്മൾ ആശ്രയിക്കുന്നു. അതിലേക്ക് നമ്മൾ നമ്മുടെ സ്നേഹത്തെ അർപ്പിക്കുന്നു, ശ്രദ്ധയെ അർപ്പിക്കുന്നു. ഇതാണ് ഭാവന. ഇങ്ങനെ നമ്മൾ സാധന അനുഷ്ഠിച്ചാൽ ക്രമേണ നമുക്ക് ഭഗവത് ദർശനം ഉണ്ടാകും, ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ ഭാവന ഒന്ന് മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ. അതായത് ഭക്തിയാൽ മാത്രം പ്രാപിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭാവന പരായണ. ഭാവന ശബ്ദത്തിന് സൃഷ്ടിക്കുക, പാലിക്കുക എന്നർത്ഥവും വരും. അപ്പൊ ലോകത്തെ സൃഷ്ടിക്കാനും പാലിക്കാനും ഏക ആശ്രയമായിട്ടിരിക്കുന്നത് അങ്ങാണ്. അതുകൊണ്ട് ഭാവന പരായണ. രണ്ട് പദങ്ങളായിട്ടും എടുക്കാം, ഭാവന പരായണ. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള ഭക്തരെ മുഴുവൻ പാലിക്കുന്നവനാണങ്ങ്, അതുകൊണ്ട് ഭാവനനാണ്. അവർക്ക് ഏകാശ്രയമായിട്ടിരിക്കുന്നവനാണ്, അതുകൊണ്ട് പരായണനാണ്. ഇനി ഭാവന പരായണ ശബ്ദത്തിന് ലോകത്തെ മുഴുവൻ പാലിക്കുന്നവർക്ക് ആശ്രയമായിട്ടിരിക്കുന്നവൻ. ലോകപാലകരായിട്ട് പലരുമുണ്ടല്ലോ, അവർക്കൊക്കെ ആശ്രയം കൊടുക്കുന്നത് അങ്ങാണ്. അതുകൊണ്ട് ഭാവന പരായണ. അങ്ങനെയുള്ള അവിടുന്ന് മാം, എന്നെ, പാഹി, രക്ഷിച്ചാലും. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് രക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഭവാർത്തിഹരയാ കൃപയാ ഏവ. ഭവം എന്നാൽ സംസാരം, ആർത്തി എന്നാൽ ദുഃഖം. അപ്പോൾ സംസാര ദുഃഖത്തെ ഹരിക്കുന്ന, അതാണ് ഭവാർത്തിഹരയാ കൃപയാ, കൃപയാൽ. അങ്ങ് കൃപയുടെ ആലയമാണ്. ആ കൃപ എങ്ങനെയുള്ളതാണ്? സംസാര ദുഃഖത്തെ തീർക്കുന്നതാണ്, ഇല്ലാതെയാക്കുന്നതാണ്. അപ്പൊ അങ്ങയുടെ കൃപ എൻ്റെ നേർക്കൊന്ന് ചൊരിഞ്ഞാൽ, ഞാൻ അങ്ങയെ വിളിക്കുകയാണ്,
നിസ്സഹായനായിട്ട് സംസാര സാഗരത്തിൽ പെട്ടുപോയിക്കൊണ്ട് നിസ്സഹായനായി വിളിക്കുകയാണ്. അപ്പൊ കൃപയുടെ ആലയമായ അങ്ങ് എന്നെ നോക്കിയാൽ, ആ കൃപ ഉണർന്നാൽ, അത് എന്നിലേക്ക് ചൊരിഞ്ഞാൽ, ആ കൃപ എൻ്റെ എല്ലാ ദുഃഖത്തെയും ഇല്ലാതെയാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം സംസാര ദുഃഖത്തെ ഇല്ലാതെയാക്കാനുള്ള ശേഷി, ശക്തി ആ കൃപയ്ക്കുണ്ട്. അപ്പൊ ആ കൃപ ഒന്നുകൊണ്ട് മാത്രം, മറ്റൊന്നും അങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കൃപ മാത്രം എന്നിലേക്ക് ചൊരിഞ്ഞാൽ മതി. ആ കൃപ കൊണ്ട് ഒന്ന് മാത്രം എന്നെ പാലിച്ചാലും രക്ഷിച്ചാലും മറ്റൊന്നും ആവശ്യമില്ല. അങ്ങയുടെ ആ നോട്ടം, ആ കൃപ, അത് ധാരാളമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംരക്ഷണവും എനിക്ക് കിട്ടും. അതുകൊണ്ട് അത് മാത്രം എനിക്ക് തന്നാലും എന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നരസിംഹ നരസിംഹ എന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നു. അത്രയും വൈഭവത്തോടു കൂടിയവനാണ് ഭഗവാൻ. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. പാദകമലാവനത പാതകി ജനാനാം പാതകദവാനലപതത്രിവരകേതോ ഭാവന പരായണ ഭവാർത്തിഹരയാമാം പാഹി കൃപയൈവ നരസിംഹ നരസിംഹ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. തുംഗനഖ പങ്ക്തി ദലിതാസുരവരാസൃക് പങ്കനവ കുങ്കുമ വിപങ്കില മഹോര പണ്ഡിത നിധാന കമലാലയ നമസ്തേ പങ്കജ നിഷന്ന നരസിംഹ നരസിംഹ. തുംഗം, അതായത് ശ്രേഷ്ഠമായ നഖപംക്തി. അങ്ങയുടെ 10 വിരലുകളിൽ 10 നഖങ്ങളുണ്ട്. ആ 10 നഖങ്ങളും തുങ്കങ്ങളാണ്, വളരെയധികം ശ്രേഷ്ഠങ്ങളാണ്, വളരെ മൂർച്ചയുള്ള. കാരണം സിംഹത്തിന്റെ നഖങ്ങളാണ് അങ്ങയുടെ കയ്യിലുള്ളത്. അപ്പോൾ ആയുധത്തിന് സമാനമായിട്ടുള്ള നഖങ്ങളോട് കൂടിയവനാണ് അങ്ങ്. ആ നഖങ്ങളാൽ ദലിത, കീറി മുറിച്ചു അങ്ങ് ആരെയെ? അസുരവര, അസുരവരനെ, അതായത് ഹിരണ്യകശിപുവിനെ അങ്ങ് കീറി മുറിച്ചു. ഒരു മൃഗം ഏതുപോലെ മറ്റൊരു മൃഗത്തെ വേട്ടയാടുമോ അതുപോലെ മൃഗസമാനനായി ജീവിക്കുന്ന, പശുതുല്യനായി ജീവിക്കുന്ന അസുര രാജാവിനെ അങ്ങ് ഒരു മൃഗത്തിന്റെ ഭാവം സ്വീകരിച്ച്, അതായത് മൃഗേന്ദ്രന്റെ ഭാവം സ്വീകരിച്ച് ആ സിംഹമായിട്ട് വന്നുകൊണ്ട് അവനെ കീറി പൊളിച്ചു. അവന്റെ ദേഹത്തെ അങ്ങ് കീറി പൊളിച്ചു. എന്തുകൊണ്ട്? ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല, അങ്ങയുടെ നഖങ്ങൾ കൊണ്ട് മാത്രം. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ നഖങ്ങളാണ്. അങ്ങനെ കീറി പൊളിച്ച സമയത്ത് അസ്രുക്, അസ്രുക് എന്ന് പറഞ്ഞാൽ രക്തം, രക്തം പുറത്തേക്ക് വമിച്ചു. രക്തം ഇങ്ങനെ ചീറ്റി അവന്റെ ദേഹം. ആ രക്തമൊക്കെ എവിടെയാണ് പതിച്ചത്? അങ്ങയുടെ വക്ഷസ്ഥലത്താണ്. അതാണ് മഹോര, ഉരസ്, മഹത്തായ ഉരസ്. മഹത്തായ ഉരസ് എന്ന് പറഞ്ഞാൽ വലിയ വക്ഷസ്ഥലം, വളരെ വിരിഞ്ഞ മാറോട് കൂടിയവനാണ് അങ്ങ്. യോദ്ധാവിന്റെ ഭാവത്തിൽ വന്നിട്ടുള്ളതാണ് നരസിംഹമൂർത്തി. അപ്പൊ അങ്ങനെ വിരിഞ്ഞിരിക്കുന്ന അങ്ങയുടെ മാറിലേക്ക് അവന്റെ ചുടു രക്തം വീണു. ആ രക്തം അവിടെയെല്ലാം പതിഞ്ഞു. അത് വിപങ്കില മഹോര. അപ്പൊ അതിന്റെ വിപങ്കിലമായിരിക്കുന്നു, ആ കറ അങ്ങയുടെ വക്ഷസ്ഥലത്ത് പുരണ്ടിരിക്കുന്നു. പക്ഷേ അതെങ്ങനെയാണ് കാണപ്പെടുന്നത്? പങ്കനവ കുങ്കുമ, പുതിയ കുങ്കുമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറിക്കൂട്ട് ചാർത്തിയിട്ടുള്ളത് പോലെ അത് ശോഭിക്കുന്നു. കാരണം അങ്ങയ്ക്കെല്ലാം ഒരു ആഭൂഷണമാണ്. അങ്ങ് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ഭാവമാണ്. മറ്റാരെങ്കിലുമാണ് ആ ഭാവത്തിലെങ്കിൽ ഭക്തർക്ക് ഭയം മാത്രമേ തോന്നൂ. എന്നാൽ അങ്ങയെ കാണുമ്പോൾ അങ്ങയുടെ മഹിമയറിയാവുന്നത് കൊണ്ട് അത് അങ്ങേക്ക് അലങ്കാരമായി ഭവിച്ചിരിക്കുന്നു. പുതിയ കുങ്കുമം ചാർത്തിയിരിക്കുകയാണോ? കാരണം രാജാക്കന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, കുങ്കുമക്കൂട്ട് ചാർത്തുന്ന പതിവുണ്ട്. അവരുടെ ശോഭ വർദ്ധിപ്പിക്കാനും അതുപോലെ സുഗന്ധമുണ്ടാക്കാനുമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങ് രാജാതിരാജനാണ്, ലോക ചക്രവർത്തിയാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക് ആ മരിക്കുന്ന സമയത്ത് അസുരൻ തന്നെ കുങ്കുമം ചാർത്തി കൊടുത്തതാണ്. കാരണം അത്രയും വലിയ കൃപ ചെയ്തുവല്ലോ. അവനെ ആ സംസാരത്തിൽ നിന്നും മോചിപ്പിച്ചു, അവന്റെ ദുഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു. അപ്പൊ അവൻ കുങ്കുമം ചാർത്തി കൊടുത്തതാണോ എന്ന് തോന്നത്തക്ക വിധം അത് അങ്ങയുടെ മാറിൽ, ആ വിരിഞ്ഞ മാറിൽ ശോഭിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പണ്ഡിത നിധാന കമലാലയ. ഈ ആ കുങ്കുമം ചാർത്തിയതിന് ഒരു കാരണം കൂടി ഇവിടെ കവി സൂചിപ്പിക്കുന്നു. പണ്ഡിത നിധാന, പണ്ഡിതന്മാർക്ക് ആശ്രയമായിരിക്കുന്ന കമലാലയ. കമലാ ശബ്ദം കൊണ്ട് ഇവിടെ ഐശ്വര്യത്തെ എടുക്കാം. അപ്പൊ പണ്ഡിതന്മാർക്ക് ആശ്രയമായിരിക്കുന്ന ഐശ്വര്യത്തിന്റെ ആലയമായിരിക്കുന്നവൻ. പണ്ഡിതന്മാർക്കുള്ള എല്ലാ ഐശ്വര്യവും തന്നെയാണ് ലക്ഷ്മി ഭഗവതി. അവർക്ക് ഐശ്വര്യം കൊടുക്കുന്നത് ലക്ഷ്മി ഭഗവതിയാണ്. ആ ലക്ഷ്മി ഭഗവതി എവിടെയാണ് ഇരിക്കുന്നത്? ഭഗവാന്റെ വക്ഷസ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിത നിധാന കമലാലയ. പണ്ഡ എന്ന ശബ്ദത്തിന് ആത്മജ്ഞാനം എന്നർത്ഥമുണ്ട്. അപ്പൊ ആത്മജ്ഞാനികൾ പണ്ഡിതന്മാരെന്നെടുക്കാം. അപ്പൊ ആത്മജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ ഐശ്വര്യവും നൽകുന്ന, അവരുടെ എല്ലാ ആശ്രയവും ഏത് ഐശ്വര്യമാണോ ആ ഐശ്വര്യത്തെ തന്നെ തന്റെ വക്ഷസ്ഥലത്ത് ധരിച്ചിരിക്കുന്നവനാണ് അങ്ങ്. അപ്പൊ ആ ലക്ഷ്മി ദേവിക്ക് കുങ്കുമം ചാർത്തി കൊടുത്തതാണോ എന്ന് തോന്നും. അങ്ങ് വക്ഷസ്ഥലത്ത് ഈ രക്തം മുഴുവൻ പുരട്ടിയിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ അസുരൻ അങ്ങേക്ക് ചാർത്തു കൊടുത്തതാണെന്നും അസുരൻ ലക്ഷ്മിക്ക് ചാർത്തി കൊടുത്തതാണോ എന്നും നമുക്ക് അർത്ഥമെടുക്കാം. അതല്ലെങ്കിൽ ഭഗവാൻ സ്വയം
തൻ്റെ വക്ഷസ്ഥലത്തുള്ള ലക്ഷ്മിക്ക് ഒരു അഭിഷേകം ചെയ്തു കൊടുത്ത് അലങ്കരിക്കാനായിട്ട് കുങ്കുമം ചാർത്തി കൊടുത്തതുപോലെ ആ രക്തം ഇട്ടതാണോ എന്നൊരു ധ്വനി നമുക്ക് അവിടെ വായിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് 2 പദങ്ങളായിട്ടും എടുക്കാം. പണ്ഡിത നിധാന, പണ്ഡിതന്മാർക്ക് ആശ്രയമായിരിക്കുന്നത് അങ്ങാണ്. കമലാലയ, ലക്ഷ്മി ദേവിയുടെ ആലയമായിരിക്കുന്നത് അങ്ങാണ്. കമലാ ശബ്ദത്തിന് താമര എന്ന അർത്ഥമുണ്ട്. അപ്പൊ താമരയ്ക്ക് ആലയമായിരിക്കുന്നവൻ. ഭഗവാന്റെ കയ്യിൽ താമരയുണ്ട്. അപ്പൊ താമരയെ പിടിച്ചവൻ. ഭഗവാന്റെ നാഭിയിൽ നാരായണ ഭാവത്തിൽ അനന്തശായിയായി കിടക്കുമ്പോൾ നാഭിയിൽ താമര വിരിയുന്നുണ്ട്. അതുകൊണ്ടും കമലാലയനാണ്. നമസ്തേ, അങ്ങനെയുള്ള അവിടുത്തേക്ക് നമസ്കാരം ഭവിക്കട്ടെ. പങ്കജ നിഷന്ന, അങ്ങ് പങ്കജത്തിൽ ഇരിക്കുന്നവനാണ്. ഭഗവാന്റെ രൂപം ധ്യാനിക്കാനായിട്ട് ഭക്തർക്ക് നിർദ്ദേശിക്കുകയാണ്. ഭഗവാന്റെ രൂപം താമരയിൽ ഇരിക്കുന്നവനായിട്ട് കാണുക. നമ്മുടെ ഹൃദയം തന്നെയാണ് താമര. ആ താമരയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഒരുപാട് ഇതളുകളുള്ള മനോഹരമായ കോമളമായിട്ടുള്ള താമര. അതിൻ്റെ നടുവിൽ ഭഗവാൻ രാജകീയമായ ഭാവത്തിൽ ഇരിക്കുകയാണ്. അലങ്കാരമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അത് അസുരന്റെ രക്തമാണെന്ന് മാത്രം. അങ്ങനെ കുങ്കുമം ചാർത്തിക്കൊണ്ട് ലക്ഷ്മിയെ വക്ഷസ്ഥലത്ത് വഹിച്ചുകൊണ്ട് വിരിഞ്ഞ മാറോടുകൂടിയിരിക്കുന്ന നരസിംഹമൂർത്തിയെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാൻ സാധിക്കട്ടെ. അങ്ങനെയുള്ള നരസിംഹ നരസിംഹ എന്ന് വിളിക്കുകയാണ്. ഇതായിരുന്നു 3ാമത്തെ ശ്ലോകം. തുംഗനഖ പങ്ക്തി ദളിതാസുരവരാസൃ പങ്കനവ കുങ്കുമ വിപങ്കില മഹോര പണ്ഡിത നിധാന കമലാലയ നമസ്തേ പങ്കജ നിഷന്ന നരസിംഹ നരസിംഹ. അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. മൗലിഷു വിഭൂഷണമിവാമരവരാണാം യോഗി ഹൃദയേഷു ച ശിരസ്സു നിഗമാനാം രാജദരവിന്ദരുചിരം പദയുഗം തേ ദേഹി മമ മൂർധ്നി നരസിംഹ നരസിംഹ. തേ പദയുഗം, അങ്ങയുടെ 2 കാൽപാദങ്ങളെ. അത് ആവശ്യപ്പെടുകയാണ് ഭക്തൻ ഇവിടെ. അതെങ്ങനെയുള്ള കാൽപാദങ്ങളാണ്? അതാണ് ആദ്യം പറയുന്നത്. മൗലിഷു വിഭൂഷണം ഇവ അമരവരാണാം. അമരവരാണാം, അമരൻ എന്നാൽ മരണമില്ലാത്തവൻ. അതായത് സുരന്മാര്, ദേവന്മാര്. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ആയുസ്സുണ്ട്. വളരെ വലിയ ആയുസ്സാണ്. അതുകൊണ്ട് നമ്മളെ അപേക്ഷിച്ച് നോക്കിയാൽ അവർക്ക് മരണമില്ല എന്ന് പറയാം. അതുകൊണ്ട് അമരന്മാരാണ്. പക്ഷെ അവർക്കും അവസാനമുണ്ട്. എന്നാൽ അവരുടെ ആ പദവി അത് കാലാകാലം നിലനിൽക്കും. ഒരു ഇന്ദ്രൻ പോയാൽ മറ്റൊരു ഇന്ദ്രൻ വരും. ലയം കഴിഞ്ഞ് വീണ്ടും സൃഷ്ടിക്കുമ്പോൾ പുതിയൊരു ഇന്ദ്രൻ ചാർജ് എടുക്കും. അപ്പൊ അതുകൊണ്ട് അമരപദം എന്ന് വിളിക്കുന്നു. ആ അമര ശ്രേഷ്ഠന്മാർ, അമരന്മാരിൽ ശ്രേഷ്ഠരായിരിക്കുന്നവരെന്നും അമരന്മാരെല്ലാവരും ശ്രേഷ്ഠരായതുകൊണ്ട് അമരശ്രേഷ്ഠന്മാർ. അമരവരാണാം, അവരുടെ മൗലിഷു, മൗലി എന്നാൽ കിരീടം. അവരെല്ലാം രാജാക്കന്മാരെ പോലെയാണ്, ഭരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരൊക്കെ വലിയ വലിയ കിരീടങ്ങൾ ധരിച്ചിട്ടുണ്ട്. ആ കിരീടങ്ങളുടെ മുകളിൽ വിഭൂഷണം ഇവ, ഒരു അലങ്കാരം പോലെ. ഇപ്പൊ കിരീടത്തിന് ശോഭ കൂട്ടാനായിട്ട് പ്രത്യേക രത്നങ്ങളൊക്കെ അതിൽ പതിക്കും. അതിന്റെ മകുടത്തിൽ, അതിന്റെ ഏറ്റവും മുകളിൽ വെക്കും. അപ്പൊ അതുപോലെ ഒരു രത്ന സമാനമായിട്ട് അങ്ങയുടെ പദയുഗം വസിക്കുന്നു. എന്താ കാരണം? അവർക്കൊക്കെ ഒരു ആശ്രയം അങ്ങ് മാത്രമാണ്. അപ്പൊ അവരെല്ലാം വന്ന് അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമിക്കും. അങ്ങനെ നമിക്കുന്ന സമയത്ത് അവരുടെ കിരീടത്തിന്റെ അഗ്രഭാഗം അങ്ങയുടെ പാദത്തിലാണ് സ്പർശിക്കുന്നത്. അപ്പൊ ആ പാദസ്പർശം അവർക്കൊരു അലങ്കാരമാണ്. ഭഗവാന്റെ കാല് അതിൽ തൊട്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് വലിയ അഭിമാനമാണ്. കാരണം അവർക്ക് പരമമായ ആശ്രയം ലഭിച്ചു എന്നുള്ളതിനുള്ള സൂചനയാണ് അത്. ഇനി ഒന്നും ഭയക്കേണ്ടതില്ല എന്ന രീതിയിൽ അതിനെ ഒരു അലങ്കാരമായിട്ട് അവർ കൊണ്ടു നടക്കുന്നു. അങ്ങനത്തെ പദയുഗമാണ് അങ്ങേക്കുള്ളത്. അവിടെ മാത്രമാണോ അത് സ്പർശിക്കുന്നത്? അല്ല. യോഗി ഹൃദയേഷു, യോഗികരുടെ ഹൃദയത്തിലും അങ്ങയുടെ പാദസ്പർശമുണ്ട്. യോഗീന്ദ്രാനാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ എന്ന് പറഞ്ഞിട്ട് നാരായണീയത്തിൽ ഒരു ശ്ലോകമുണ്ട്. അവിടെ യോഗീന്ദ്രന്മാർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അങ്ങയുടെ അംഗങ്ങളിൽ വെച്ച് അങ്ങയുടെ പാദങ്ങളാണെന്ന് പറയും. അതിനെ ധ്യാനിക്കുന്നത് വളരെയധികം സവിശേഷമാണെന്ന് അവിടെ പറയുന്നു. അപ്പൊ അങ്ങനത്തെ പാദങ്ങളെ അവരുടെ ഹൃദയത്തിൽ അവർ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് അവർക്ക് യോഗം കിട്ടുന്നത്. യോഗം എന്നാൽ ചേർച്ച, ഭഗവാനോടുള്ള ചേർച്ചയാണ് യോഗം. അപ്പൊ ഭഗവാനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഭഗവാനോട് ചേർച്ച നേടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഹൃദയമാകുന്ന കമലത്തിൽ അങ്ങയുടെ പാദം സ്പർശിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പാദങ്ങളാണ് അങ്ങയ്ക്കുള്ളത്. മാത്രവുമല്ല ശിരസ്സു നിഗമാനാം, നിഗമങ്ങളുടെ ശിരസ്സിലും അങ്ങയുടെ പാദങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. നിഗമങ്ങളില്ല വേദങ്ങൾ. മനുഷ്യന് മുഴുവൻ ആശ്രയമായിരിക്കുന്ന ശാസ്ത്രമാണ് നിഗമങ്ങൾ. അവയ്ക്ക് ആശ്രയമായിട്ടുള്ളത് അങ്ങാണ്.
അവയ്ക്ക് എന്തെങ്കിലും ശേഷിയുണ്ടെങ്കിൽ അത് അങ്ങയുടെ കൃപ കൊണ്ട് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ സദാ അങ്ങയെ സേവിക്കുന്നു. അപ്പൊ വേദങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം നമിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ പാദസ്പർശമേറ്റ് അവര് ഇരിക്കുന്നു. അപ്പൊ ആ പാദസ്പർശം അവിടെ ഏറ്റിട്ടുണ്ട്. ഇനി വേദങ്ങളുടെ മുഴുവൻ ഉപരി ഇരിക്കുന്നവനായതുകൊണ്ടും അങ്ങയുടെ പാദം അതിൻ്റെ ശിരസിലാണ്. കാരണം വേദങ്ങൾക്ക് പോലും വർണ്ണിക്കാൻ പറ്റില്ല. നേതി 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 എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ വർണ്ണിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നവനായതുകൊണ്ടും ശിരസ്സു നിഗമാനാം പദയുഗം, അങ്ങയുടെ പദയുഗമുണ്ട്. രാജദരവിന്ദ രുചിരം, രാജതെന്നാൽ ശോഭിക്കുന്നത്, അരവിന്ദം എന്നാൽ താമര. അപ്പൊ നല്ല മനോഹരമായ താമരയെ പോലെ ശോഭിക്കുന്ന രുചിരം, തേജസ്സുള്ള മനോഹരമായിട്ടുള്ള പദയുഗം. അപ്പോൾ ദേവേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ കിരീടത്തിൽ സ്പർശിച്ചിട്ടുള്ള ആ കാലുകൾ, യോഗികളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള ആ കാലുകൾ, വേദങ്ങളുടെ ശിരസിനെ സ്പർശിച്ചിട്ടുള്ള ആ കാലുകൾ, താമരയ്ക്ക് സമാനമായി ശോഭിക്കുന്ന മനോഹരമായ ആ കാലുകൾ, അങ്ങയുടെ ആ പദയുഗം, തേ പദയുഗം ദേഹി തന്നാലും. എവിടെയാണ് അങ്ങത് വെക്കേണ്ടത്? എനിക്കത് വേണം. അത് എവിടെയാണ് വെക്കേണ്ടത്? മമ മൂർധ്നി, എൻ്റെ ശിരസിൽ, മൂർധാവിൽ അങ്ങയുടെ തൃപ്പാദങ്ങളെ വെച്ചാലും. അങ്ങയുടെ കരം കൊണ്ടുള്ള സ്പർശം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ പാദസ്പർശമേറ്റാൽ മതി. കാരണം ആ പാദത്തിന്റെ സ്പർശമേറ്റാൽ തന്നെ എനിക്ക് എല്ലാ സംരക്ഷണവും ലഭിക്കും. അങ്ങയുടെ കാലിന്റെ അടിയിലുള്ള പൊടി എൻ്റെ ശിരസിൽ വീണാൽ തന്നെ ഞാൻ പവിത്രനായി ഭവിച്ചു. പിന്നെ എനിക്കൊരു അല്പം പോലും കളങ്കമില്ല. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ ശോഭിക്കും. അതുകൊണ്ട് അങ്ങയുടെ ആ പാദസ്പർശം എൻ്റെ ശിരസിൽ ഒന്ന് വെച്ചാലും എനിക്കൊന്ന് തന്നാലും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നരസിംഹ നരസിംഹ എന്ന് വീണ്ടും വീണ്ടും ഇവിടെ ഭഗവാനെ വിളിക്കുകയാണ്. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം. മൗലിഷു വിഭൂഷണമിവാമരവരാണാം യോഗി ഹൃദയേഷു ച ശിരസ്സു നിഗമാനാം രാജദരവിന്ദരുചിരം പദയുഗം തേ ദേഹി മമ മൂർധ്നി നരസിംഹ നരസിംഹ. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. വാരിജ വിലോചന മദന്തിമദശായാം ക്ലേശ വിവശീകൃത സമസ്തകരണായാം ഏഹിരമയാ സഹ ശരണ്യ വിഹഗാനാം നാഥമതിരുഹ്യ നരസിംഹ നരസിംഹ. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഇവിടെ പറയുന്നു വാരിജ വിലോചന. വാരിജം എന്നാൽ താമര. താമരയ്ക്ക് സമാനമായ വിലോചനമുള്ളവൻ, കണ്ണുകൾ ഉള്ളവൻ. ഭഗവാന്റെ കണ്ണുകൾ വളരെയധികം നീണ്ടിട്ടാണ് ഇരിക്കുന്നത്. അത് വളരെ മനോഹരമായിരിക്കുന്നു. അപ്പൊ അതിനോട് ഉപമിക്കാൻ താമരയുടെ ഇതള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് സമാനമായ കണ്ണുകൾ ഉള്ളവൻ. ഭഗവാൻ വളരെയധികം രൗദ്രഭാവത്തെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം. കാരണം അസുരനെ വധിച്ച് രക്തമൊക്കെ പുരണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ രൗദ്രമൂർത്തിയാണോ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇവിടെ പറയുന്നു താമരയുടെ ഇതള് പോലത്തെ കോമളമായ കണ്ണുകളാണ്, വളരെ ശാന്തമായ കണ്ണുകളാണ് നരസിംഹമൂർത്തിക്കുള്ളത്. കാരണം ഭഗവാൻ ആ ഭാവം സ്വീകരിച്ചത് ഭക്തനോടുള്ള വാത്സല്യം കൊണ്ടാണ്. അതായത് പ്രഹ്ലാദൻ എന്ന ഭക്തനെ സംരക്ഷിക്കാൻ വേണ്ടി അവനെതിരെ അസുര രാജാവ് തിരിഞ്ഞപ്പോൾ അവൻ ആവശ്യമുള്ള സംരക്ഷണത്തിന് നൽകാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും അധികം കരുണയോടുകൂടിയാണ് ഭഗവാൻ ആവിർഭവിച്ചത്. അപ്പൊ കരുണയുള്ളവനാണ്. ഇനി ഹിരണ്യകശിപു എന്ന അസുരനോടും കരുണയുണ്ടായിരുന്നു. തൻ്റെ പാർഷദനാണല്ലോ, ജയവിജയന്മാരാണല്ലോ ഇങ്ങനെ 3 അവതാരങ്ങൾ എടുക്കുന്നത്. അതിലൊന്നാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അപ്പൊ തൻ്റെ പാർഷദന് അനുഗ്രഹം കൊടുക്കണം എന്ന് കരുതി അവനെ വധിക്കാൻ മറ്റൊരു വഴിയില്ല. കാരണം അവൻ തന്നെ ചോദിച്ചിട്ടുള്ള വരപ്രകാരം ഇങ്ങനെ ഒരു ഭാവത്തിൽ മാത്രമേ അവനെ വധിക്കാൻ പറ്റൂ. അതുകൊണ്ട് മൃഗീയമായ ഒരു ഭാവം സ്വയം സ്വീകരിച്ചിട്ട് വന്നവനാണ്. അപ്പൊ വാസ്തവത്തിൽ കാരുണ്യമൂർത്തിയാണ് നരസിംഹം. രൗദ്രത പ്രകാശിപ്പിച്ചുവെങ്കിലും ആ രൗദ്രതയുടെ ഉള്ളിൽ കാരുണ്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വ്യക്തമായി കാണാം. ആ കണ്ണിലേക്ക് സൂക്ഷ്മമായി നോക്കിയാൽ ആ കാരുണ്യം നമ്മിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് വാരിജ വിലോചന. ഇപ്പൊ ഭഗവാനെ തുടക്കത്തിൽ വർണ്ണിക്കുമ്പോൾ പൂർണ്ണചന്ദ്രനോടാണ് ഉപമിച്ചത്. ഇപ്പൊ സട ഇങ്ങനെ പടർന്നു കിടക്കുമ്പോൾ സൂര്യനോട് ഉപമിക്കാമായിരുന്നു. പക്ഷെ അതിന് പകരം പൂർണ്ണചന്ദ്രനോട് ഉപമിക്കാനുള്ള കാരണം ഭഗവാൻ ആഹ്ലാദിപ്പിക്കുന്നവനാണ്, ചന്ദ്രനെ പോലെ. ഭഗവാനെ നോക്കിയാൽ തപിപ്പിക്കില്ല. അപ്പൊ ഭഗവാനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ആഹ്ലാദമുണ്ടാവും, പരമാനന്ദമുണ്ടാവും. അത്രയും സുന്ദരവും ശാന്തവുമായ ഭാവമാണ് നരസിംഹത്തിന്റെ. ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തു എന്ന് മാത്രം, പക്ഷെ ശാന്തമൂർത്തിയാണ്. വാരിജ വിലോചന. അങ്ങനെയുള്ള അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയാണ്. സുന്ദരമായ പ്രാർത്ഥനയാണ്. മദ് അന്തിമ ദശായാം. മദ് എൻ്റെ, അന്തിമ ദശായാം അവസാന കാലത്ത്. ഈ ശരീരത്തിനൊരു കാലാവധിയുണ്ട്. ഇത്ര കാലം നിലനിൽക്കണമെന്ന് ഇത് രചിച്ചപ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ആ അവസാന ഘട്ടം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ കാലം നിലനിൽക്കുമെന്ന വിശ്വാസത്തിൽ. എന്നാൽ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടെന്ന് എനിക്കറിയാം. അതെപ്പോൾ വരുമെന്നറിയില്ലെങ്കിലും അതെപ്പോഴെങ്കിലും വരുമെന്ന് എനിക്കറിയാം. ആ സമയം വരുമ്പോൾ മദ് അന്തിമ ദശായാം, ആ സമയത്ത് ക്ലേശ വിവശീകൃത, ക്ലേശത്താൽ വിവശമായിരിക്കുന്ന, ഒരുപാട് ക്ലേശം ആ സമയത്ത് അനുഭവിക്കും. പ്രാണന്റെ ചലനത്തിന്റെ ഗതിയൊക്കെ മാറും. അപ്പൊ അങ്ങനെ വളരെയധികം ക്ലേശിച്ചുകൊണ്ട് വിവശനായിരിക്കുന്ന സമസ്ത കരണായാം, എൻ്റെ എല്ലാ കരണങ്ങളും ആ സമയത്ത് വിവശമായിരിക്കും. അങ്ങനത്തെ ഒരു ദശ അവസാനത്തിലുണ്ട്. ആ സമയത്ത് കരണം എന്ന ശബ്ദം കൊണ്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അതുപോലെ അന്തഃകരണങ്ങൾ, പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ് കരണങ്ങൾ. നമുക്ക് പ്രവർത്തിക്കാൻ ഇതൊക്കെയാണ് ആവശ്യം. ഇതെല്ലാം തന്നെ വിവശമായി പോകും. കാരണം അത്രയും ക്ലേശം ആ അവസാന സമയത്തുണ്ടാകും പ്രാണന്റെ ആ ഒരു ചലനം കൊണ്ട്. അപ്പൊ അങ്ങനെ വിവശമായിരിക്കുന്ന അവസ്ഥയിൽ, ആ അന്തിമ ദശയിൽ ഏഹി, അവിടുന്ന് വന്നാലും ഉറപ്പായും അവിടുന്ന് വരണം. കാരണം ആ സമയത്ത് എനിക്ക് മറ്റൊരു ആശ്രയമില്ല. എനിക്ക് ചുറ്റും എത്ര സമർത്ഥന്മാരായ ആൾക്കാരുണ്ടെങ്കിലും എന്നെ ആ സമയത്ത് അവർക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് സഹായിക്കാൻ അവരെത്ര വിചാരിച്ചാലും അവർക്ക് പറ്റില്ല. ആ സമയത്ത് എനിക്ക് ഒരേ ഒരു ആശ്രയം അവിടുന്നാണ്. അതുകൊണ്ടല്ലയോ നരസിംഹമൂർത്തി, ആ സമയത്ത് അവസാന കാലത്ത് അങ്ങ് വരണം. ഒറ്റയ്ക്ക് വന്നാൽ പോരാ, അതാണ് പറയുന്നത് രമയാസഹ, രമയോടുകൂടി അങ്ങ് വരണം. രമ എന്ന് പറഞ്ഞാൽ സാക്ഷാത് ലക്ഷ്മി ഭഗവതി. അപ്പോൾ ആ ലക്ഷ്മി ഭഗവതിയെയും കൂട്ടി അങ്ങ് വരണം. എങ്ങനെയാണ് അങ്ങ് വരേണ്ടത്? വിഹഗാനാം നാഥം അതിരുഹ്യ. വിഹഗം എന്നാൽ പക്ഷികൾ. അപ്പൊ വിഹഗാനാം എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ നാഥം, നാഥനെ. പക്ഷികളുടെ നാഥൻ ആരാ? ഗരുഡനാണ്. ഗരുഡനെ അതിരുഹ്യ, കയറിയിട്ട് അങ്ങ് വളരെ പെട്ടെന്ന് എൻ്റെ അടുത്ത് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് വരണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് സഞ്ചരിക്കുന്ന ഗരുഡന്റെ പുറത്ത് കയറണം. അപ്പൊ ഗരുഡന്റെ പുറത്ത് ലക്ഷ്മി ദേവിയെയും കൂട്ടി അങ്ങ് കയറി വളരെ പെട്ടെന്ന് തന്നെ ആ അവസാന കാലത്ത് അങ്ങ് എൻ്റെ അടുത്ത് വരണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങയെ വിളിക്കുന്നത്? അങ്ങ് ശരണ്യനാണ്. ശരണം പ്രാപിക്കാൻ യോഗ്യനായവൻ ശരണ്യൻ. അങ്ങനെ ഈ പ്രപഞ്ചത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അവിടുന്നാണ്. അവിടുന്നല്ലാതെ മറ്റൊരു ആശ്രയം ഒരാൾക്കുമില്ല. ഉണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കാം, പക്ഷെ അവിടുന്ന് മാത്രമാണ് പരമാശ്രയം. അതുകൊണ്ടല്ലയോ ശരണ്യ, ആ സമയത്ത് പ്രയാണകാലത്ത് ഞാൻ ഈ ദേഹം വിട്ടു പോകുന്ന ആ നിമിഷത്ത് വളരെ ക്ലേശിച്ച് എൻ്റെ കരണങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങയെ സ്തുതിക്കാനോ ചിന്തിക്കാനോ ഒക്കെ എനിക്ക് സാധിച്ചു എന്ന് പോലും വരില്ല. അങ്ങനത്തെ ഭാവത്തിലും അങ്ങ് എന്നെ മറക്കരുത്. അങ്ങ് എൻ്റെ അടുത്ത് വരണം, രമയോടുകൂടി വരണം, ഗരുഡന്റെ പുറത്ത് കയറി വരണം. അങ്ങനെ വന്ന് എന്നെ അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ ആ ഭാവം കണ്ടാൽ തന്നെ എനിക്ക് ആവശ്യമുള്ള ശാന്തി ലഭിക്കും. കാരണം വാരിജ വിലോചനനാണ്. താമരയ്ക്ക് സമാനമായ ആ കണ്ണുകൾ ഞാനൊന്ന് കാണുമ്പോൾ എൻ്റെ എല്ലാ ദുഃഖവും തീരും, മനസ്സ് ശാന്തമാകും, എനിക്ക് മോക്ഷം ലഭിക്കും. പ്രയാണകാലത്ത് നമ്മൾ എന്ത് സ്മരിക്കുന്നുവോ അതാണ് നമ്മുടെ ഗതി എന്ന് ഭഗവത്ഗീത പറയും. അപ്പൊ പ്രയാണകാലത്ത് അങ്ങയുടെ ദർശനമുണ്ടായാൽ പിന്നെന്തു ഭയമാണ് എനിക്ക്? അങ്ങയുടെ പ്രാപ്തി തന്നെ എനിക്ക് ഉറപ്പാണ്. നരസിംഹ നരസിംഹ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. അത്രയും വ്യഗ്രതയോടുകൂടിയാണ് വിളിക്കുന്നത്. ഇതായിരുന്നു 5ാമത്തെ ശ്ലോകം. വാരിജ വിലോചന മദന്തിമദശായാം ക്ലേശ വിവശീകൃത സമസ്തകരണായാം ഏഹിരമയാ സഹ ശരണ്യ വിഹഗാനാം നാഥമതിരുഹ്യ നരസിംഹ നരസിംഹ. തുടർന്ന് 6ാമത്തെ ശ്ലോകമാണ്. ഹാടക കിരീട വരഹാരവനമാല ധാരരശനാമകര കുണ്ടലമണീന്ദ്രൈ ഭൂഷിതമശേഷ നിലയം തവ വപുർമേ ചേതസി ചകാസ്തു നരസിംഹ നരസിംഹ. ഭഗവാനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ കമലത്തിൽ ഇരിക്കുന്നവനാണെന്ന് പറഞ്ഞു. ആ കമലത്തെ നമ്മുടെ ഹൃദയകമലമായിട്ട് സങ്കല്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ ഹൃദയകമലത്തിൽ ഭഗവാന്റെ ഭാവത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടതെന്നിവിടെ വ്യക്തമാക്കുകയാണ്. ഭഗവാനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് വ്യക്തമാക്കുകയാണ്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. അവസാന കാലത്ത് ഭഗവത് ദർശനം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചു. അവസാന കാലത്ത് ഭഗവത് ദർശനം ഉണ്ടാകണമെങ്കിൽ ആജീവനാന്തം ഭഗവത് സ്മരണ ഉണ്ടാവണം, നിരന്തര സ്മരണ ഉണ്ടാവണം. അപ്പൊ നിരന്തരമായ അങ്ങയുടെ സ്മരണ എനിക്ക് ഉണ്ടാവണമെന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നിരന്തരമായ സ്മരണ അങ്ങയുടെ കൃപ കൊണ്ട് എനിക്കുണ്ടായാൽ അവസാന കാലത്ത് സ്വാഭാവികമായും അങ്ങയുടെ ദർശനം ഉണ്ടാവും. അപ്പൊ അതിനായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിരന്തരമായി സ്മരിക്കാനായിട്ട് ഹൃദയകമലത്തിൽ അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാവത്തെ വർണ്ണിക്കുകയാണ്. കുറച്ചൊക്കെ വർണ്ണന ഇതിനു മുമ്പ് നമ്മൾ കേട്ടു. എത്ര രൗദ്രമായ ഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കി, എന്നാൽ കോമളവുമാണ്. അപ്പൊ ഇവിടെ പറയുന്നു ഹാടക കിരീട. ഹാടകം എന്നാൽ സ്വർണം,
കിരീടം, സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കിരീടം ധരിച്ചിരിക്കുന്നവനാണ്. വരഹാര, ശ്രേഷ്ഠമായ ഹാരങ്ങളെ ധരിച്ചിട്ടുള്ളവനാണ്. മാലകൾ, പല പ്രകാരത്തിലുള്ള മാലകൾ ഉണ്ടാവാം. സ്വർണം കൊണ്ടുള്ളത്, മുത്തുകൊണ്ടുള്ളത്, പല വൈരക്കല്ലുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്, അങ്ങനത്തെ മാലകൾ ധരിച്ചിട്ടുള്ളവനാവാം. വനമാല, വനത്തിൽ നിന്നും ശേഖരിക്കുന്ന പുഷ്പങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാലയെയും അങ്ങ് അണിഞ്ഞിട്ടുണ്ട്. വളരെയധികം വർണ്ണങ്ങളുള്ള, വളരെ സുഗന്ധമുള്ള സുന്ദരമായ മാലയാണ്, അതും അങ്ങ് ധരിച്ചിട്ടുണ്ട്. ധാരരശന, ധാര എന്നാൽ ഗംഭീരം, ഗംഭീരമായിട്ടുള്ള രശനയെ അങ്ങ് ധരിച്ചിട്ടുണ്ട്. രശന എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം, ഗംഭീരമായ അരഞ്ഞാണം ഉടുത്തിട്ടുണ്ട്. മകര കുണ്ടല, മകര മത്സ്യത്തിന്റെ ആകൃതിയോടുകൂടിയ കുണ്ടലങ്ങൾ ചെവിയിൽ ധരിച്ചിട്ടുണ്ട്. മണീന്ദ്രൈ, മണികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മണികളെയും അങ്ങ് ധരിച്ചിട്ടുണ്ട്. ഭൂഷിതം, അതിനാലെല്ലാം അലങ്കരിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവനാണ് അങ്ങ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആഭരണങ്ങളായിട്ട് അങ്ങ് ധരിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠമായ മണികൾ, മകരകുണ്ടലങ്ങൾ, വളരെ ഗംഭീരമായ അരഞ്ഞാണം, വനമാല, ശ്രേഷ്ഠമായ ഹാരങ്ങള്, സ്വർണ്ണ കിരീടം, ഇതൊക്കെ ധരിച്ചിട്ട് ശോഭിക്കുന്നവനാണ് അങ്ങ്. അങ്ങനെ ഭൂഷിതമാണ്. അശേഷ നിലയം, അശേഷം എന്ന് പറഞ്ഞാൽ സർവം, എല്ലാത്തിനും നിലയമായിരിക്കുന്നവൻ, ഈ ലോകത്തിന് മുഴുവൻ ആശ്രയമായിരിക്കുന്നവനാണ് അവിടുന്ന്. അപ്പൊ അങ്ങയുടെ വലിപ്പം എത്രയായിരിക്കും? അത്രയും വലിയ ഭാവത്തിലുള്ളവനാണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള തവ വപുഹു, അങ്ങയുടെ വപുസ്, അങ്ങയുടെ ദേഹം, മേ ചേതസി, എൻ്റെ ചേതസ്സിൽ, ചകാസ്തു, പ്രകാശിക്കട്ടെ, എൻ്റെ ഹൃദയകമലത്തിൽ അങ്ങ് ഈ ഭാവത്തിൽ സദാ ശോഭിക്കട്ടെ. അങ്ങയെ നിരന്തരമായി ധ്യാനിക്കാൻ എനിക്ക് സാധിക്കട്ടെ. കാരണം അങ്ങനെ നിരന്തരമായ ധ്യാനം ഉണ്ടായാൽ തന്നെ ഞാൻ പരിശുദ്ധനാണ്. അങ്ങയുടെ വാസം എൻ്റെ ഹൃദയത്തിൽ ഒരു തവണ ഒന്ന് അങ്ങ് പ്രകാശിച്ചാൽ മതി, ആ നിമിഷം തന്നെ ഞാൻ പരിശുദ്ധനായി. പിന്നെ എനിക്ക് അധോഗതിയില്ല, ഊർധ്വഗതി മാത്രമേ ഉള്ളൂ, നാൾക്ക് നാൾ അഭിവൃദ്ധി മാത്രമേ ഉള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ക്രമേണ പ്രയാണകാലം എത്തുമ്പോഴും എനിക്ക് അങ്ങയുടെ സ്മരണവും ദർശനവും ഉണ്ടാവും. അപ്പൊ അതിനായിക്കൊണ്ട് കൃപ ചൊരിയണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ ഈ പ്രകാരമുള്ള ഭാവം, ലോകത്തിന് മുഴുവൻ അശേഷ നിലയമായിരിക്കുന്നതും അതുപോലെ ഇത്തരം ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നതുമായ ദേഹത്തെ എനിക്ക് കാണാൻ സാധിക്കട്ടെ നിരന്തരം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നരസിംഹ നരസിംഹ, വീണ്ടും വീണ്ടും വിളിക്കുന്നു. ഇതായിരുന്നു 6ാമത്തെ ശ്ലോകം. ഹാടക കിരീടവരഹാരവനമാല ധാരരശനാമകര കുണ്ടല മണീന്ദ്രൈ ഭൂഷിതമശേഷ നിലയം തവ വപുർമേ ചേതസി ചകാസ്തു നരസിംഹ നരസിംഹ. തുടർന്ന് 7ാമത്തെ ശ്ലോകമാണ്. ഇന്ദുരവിപാവക വിലോചനരമായ മന്ദിര മഹാഭുജല സദ്വരരഥാംഗ സുന്ദര ചിരായ രമതാം ത്വയി മനോമേ നന്ദിത സുരേഷ നരസിംഹ നരസിംഹ. എൻ്റെ മനസ്സിൽ അങ്ങ് പ്രകാശിക്കണം എന്ന് പറഞ്ഞു. ഇനി അങ്ങയിൽ എൻ്റെ മനസ്സ് രമിക്കണം, എൻ്റെ മനസ്സ് അങ്ങയിൽ പ്രവേശിക്കണം എന്ന അർത്ഥം ഇവിടെ വരുന്നു. നിരന്തരമായ ധ്യാനം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അങ്ങയുടെ കണ്ണ് എന്താണ്? അതാണ് ആദ്യം പറയുന്നത്. ഇന്ദുരവി പാവക വിലോചന, വിലോചനം എന്നാൽ കണ്ണ്. അങ്ങയുടെ നോട്ടം ഇന്ദുവാണ്, രവിയാണ്, പാവകനാണ്. ഇന്ദു എന്നാൽ ചന്ദ്രൻ, രവി എന്നാൽ സൂര്യൻ, പാവകൻ എന്നാൽ അഗ്നി. നമ്മൾ ഈ ലോകത്തെ കാണുന്നത് ഈ 3 പ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒരു പ്രകാശം ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ 3 പ്രകാശങ്ങളും നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ്. ആ കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന ഒരു വസ്തുവുണ്ട്. ആ വസ്തു നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ 3 പ്രകാശത്തിനും ആധാരമായിരിക്കുന്ന പ്രകാശം നമ്മുടെ തന്നെ ഉള്ളിലുള്ള ബോധമാണ്. ആ ബോധമായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഇത് 3-നെയും കാണുന്നത് ഭഗവാനായതുകൊണ്ട് ഇന്ദുരവി പാവക വിലോചന. ഇനി ഇവ 3-നും പ്രകാശം ചൊരിയുന്നവനും ഭഗവാനാണ്. അതുകൊണ്ടും ഇന്ദുരവി പാവക വിലോചന. അദ്ദേഹത്തിന്റെ സൂക്ഷ്മഭാവത്തെ വ്യക്തമാക്കുകയാണ്. രമായാ മന്ദിര, രമാദേവിയുടെ വാസസ്ഥാനമായിട്ടിരിക്കുന്നവനാണ് അങ്ങ്. രമാദേവി എന്നാൽ സാക്ഷാത് ലക്ഷ്മി ഭഗവതി. ആ മഹാലക്ഷ്മി ചഞ്ചലയാണ്, ഇളകിക്കൊണ്ടിരിക്കുന്നവളാണ്. പക്ഷെ ഇളകാതെ ഒരിടത്ത് മാത്രമേ അമ്മയെ കാണാൻ പറ്റൂ, അത് അങ്ങയുടെ വക്ഷസ്ഥലത്താണ്. അതുകൊണ്ട് അങ്ങ് ആ രമയുടെ മന്ദിരമാണ്. ഈശ്വരൻ ഉള്ളതാണ് ഐശ്വര്യം, ഐശ്വര്യമാണ് ലക്ഷ്മി. ആ ഐശ്വര്യം ഈശ്വരനിൽ തന്നെ സദാ വസിക്കുന്നു. മഹാഭുജലസദ്വരരഥാംഗ, അങ്ങയ്ക്ക് മഹാഭുജങ്ങളാണ് ഉള്ളത്, വലിയ കൈകളാണുള്ളത്, വളരെ ബലിഷ്ഠമായ കൈകളാണ്, നീണ്ട കൈകളാണ്, യോദ്ധാവിന്റെ കൈകളാണ്. അതുകൊണ്ട് മഹാഭുജമാണ്. അങ്ങനത്തെ കരങ്ങളിൽ ലസത് ശോഭിക്കുന്ന
വരരഥാംഗ, ശ്രേഷ്ഠമായ രഥാംഗത്തോടു കൂടിയവനാണ്. രഥാംഗം എന്നാൽ ചക്രം. വരരഥാംഗം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ചക്രം, അതായത് സുദർശന ചക്രം. സുദർശന ചക്രത്തെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അത്രയും കരുത്തുള്ള കൈയിന് മാത്രമേ അത് പിടിക്കാൻ പറ്റൂ. അപ്പൊ അത്രയും കരുത്തുള്ള കൈകളോട് കൂടിയവനായതുകൊണ്ട് മഹാഭുജനാണ്. അപ്പൊ അങ്ങ് സുദർശന ചക്രത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിൽ എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനായി, എൻ്റെ ഉള്ളിൽ ശോഭിക്കുന്നവനായി, ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്ന സുന്ദര, മനോഹരനാണ് അങ്ങ്. അങ്ങയേക്കാൾ മനോഹരമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. മായയിൽ പെട്ടുപോയിരിക്കുന്നവനാണ് ഞാൻ. മായാഗ്രസ്തനായതുകൊണ്ട് മായയിൽ പല സൗന്ദര്യവും കാണും, അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരും. അങ്ങനെയുള്ള ഞാൻ ഒരു തവണ അങ്ങയെ കണ്ടാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ ഒന്നും ഓടില്ല. കാരണം എല്ലാ സൗന്ദര്യത്തിൻ്റെയും ഉറവിടം അങ്ങാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യമുള്ളത്, അങ്ങാണ് യഥാർത്ഥത്തിൽ സുന്ദരൻ എന്ന് ഞാൻ മനസ്സിലാക്കും. സ്വാഭാവികമായും പിന്നെ എൻ്റെ മനസ്സ് സദാ അങ്ങയിൽ രമിക്കും. അതുകൊണ്ട് സുന്ദര, ചിരായ രമതാം മനോമേ ത്വയി. ചിരായ രമതാം, എല്ലാ കാലത്തും രമിക്കട്ടെ. എന്ത്? മേ മനഃ, എൻ്റെ മനസ്സ്. ആരിൽ? ത്വയി, അങ്ങയിൽ. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അങ്ങയിൽ എൻ്റെ മനസ്സ് രമിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പ്രകാശിക്കണമെന്ന് പറഞ്ഞു, എൻ്റെ മനസ്സ് സദാ അങ്ങയിൽ രമിക്കട്ടെ എന്ന് ഇവിടെ പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ രമിക്കേണ്ടത്? നന്ദിത, അങ്ങ് അതിൽ സന്തോഷിക്കുന്നവനാണ്, ഭക്തരുടെ ഭക്തിയിൽ സന്തോഷിക്കുന്നവനാണ്. അപ്പൊ എൻ്റെ മനസ്സ് അങ്ങയിൽ തന്നെ സദാ രമിച്ചു കൊണ്ടിരുന്നാൽ അങ്ങയ്ക്കത് സന്തോഷമാകും. അങ്ങയ്ക്ക് സന്തോഷമായാൽ എനിക്കത് ക്ഷേമകരമാകും. ഇനി ആനന്ദത്തെ നൽകുന്നവനാണ് എന്നർത്ഥത്തിലും നന്ദിത പദം പറയാം. അതായത് ഭക്തരെ ആനന്ദിപ്പിക്കുന്നവനാണ് എന്നർത്ഥത്തിൽ നന്ദിതനാണ് അങ്ങ്. സുരേഷനാണ്, സുരന്മാരുടെ മുഴുവൻ ഈശനാണ് അങ്ങ്. സുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരെന്ന് പൊതുവെ അർത്ഥം. അപ്പൊ ദേവന്മാരെ മുഴുവൻ ഭരിക്കുന്നത് അങ്ങായതുകൊണ്ട് സുരേഷനാണ്. സുര ശബ്ദത്തിന് നല്ലതിൽ രമിക്കുന്നവർ എന്നർത്ഥമെടുത്താൽ ഭക്തരെ സുരന്മാരെന്ന് വിളിക്കാം. അപ്പോൾ എല്ലാ ഭക്തരുടെയും ഈശനായിരിക്കുന്നവൻ. ഭക്തർക്ക് മറ്റൊരാശ്രയമില്ല. അവർ സദാ അങ്ങയെ തന്നെ ധ്യാനിച്ചിരിക്കുന്നു, അങ്ങയിൽ തന്നെ അവരുടെ മനസ്സിനെ രമിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അങ്ങ് ഈശനായിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ സദാ അങ്ങയിൽ തന്നെ രമിപ്പിക്കുക, അതിനാൽ സന്തോഷിക്കുക, എനിക്ക് ഈശ്വരനായി ഭവിക്കുക എന്നിവിടെ പ്രാർത്ഥന. നരസിംഹ നരസിംഹ, വീണ്ടും വീണ്ടും ഭഗവാനെ വിളിക്കുന്നു. ഇതായിരുന്നു 7ാമത്തെ ശ്ലോകം. ഇന്ദുരവിപാവക വിലോചനരമായ മന്ദിര മഹാഭുജല സത്വരരഥാംഗ സുന്ദര ചിരായ രമതാം ത്വയി മനോമേ നന്ദിത സുരേഷ നരസിംഹ നരസിംഹ. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. മാധവ മുകുന്ദ മധുസൂദന മുരാരേ വാമന നൃസിംഹ ശരണം ഭവനതാനാം കാമദ ഘൃണിന്നിഖില കാരണ നയേയം കാലമമരേഷ നരസിംഹ നരസിംഹ. ഭഗവാനെ പ്രയാണകാലത്ത് കാണണമെന്ന് പറഞ്ഞു, നിരന്തരമായി ഭഗവാനെ ഹൃദയത്തിൽ കാണണമെന്ന് പറഞ്ഞു, ഭഗവാനിൽ മനസ്സ് രമിക്കണമെന്ന് പറഞ്ഞു. ഇനി ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനയുണ്ട്, ഏറ്റവും ശക്തിയുള്ള സാധന, ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധന ഇത് തന്നെയാണ്. അതാണ് ജപം, നിരന്തരമായ നാമജപം. ആ നാമജപം ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. അപ്പൊ നാമജപത്തിൽ മുഴുകി കഴിയാൻ ഞാൻ ഇടവരട്ടെ എന്നാണ് ഇവിടെ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അതിനായിട്ട് കുറെ നാമങ്ങൾ ആദ്യം പറയുന്നു. മാധവ, ലക്ഷ്മിയുടെ പതിയാണ് അങ്ങ്, അതുകൊണ്ട് മാധവനാണ്. മുകുന്ദ, മോക്ഷത്തെ നൽകുന്നവനാണ്. മധുസൂദന, മധു എന്ന അസുരനെ, മധുകൈട്ടഭന്മാര് വന്ന സമയത്ത് അവരെ വധിച്ചവനാണ്, അതുകൊണ്ട് മധുസൂദനാണ്. മുരാരേ, മുരൻ എന്ന അസുരന്റെ ശത്രുവായിരിക്കുന്നവനാണ്, ആ മുരാസുരനെ വധിച്ചവനാണ്, നരകാസുരന്റെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, അതുകൊണ്ട് മുരാരി. വാമന, വാമനനായിട്ട് അതിഥിയുടെ മകനായിട്ട് ആവിർഭവിച്ചവനാണ്, ദേവേന്ദ്രന് നഷ്ടപ്പെട്ട ലോകത്തെ വീണ്ടുകൊടുത്തവനാണ്, അതുകൊണ്ട് വാമനനാണ് ആ പേര്. നൃസിംഹ, നരസിംഹ, ഹിരണ്യകശിപുവിനെ വധിക്കാനായി, ഭക്തോത്തമനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാനായി നരസിംഹാകാരത്തെ സ്വീകരിച്ചവൻ. ശരണം ഭവ നതാനാം, നതാനാം അങ്ങയെ നമിച്ചിരിക്കുന്നവർക്ക് ശരണം ഭവ, അങ്ങ് ശരണമായി ഭവിക്കുക. ഞാനും അങ്ങയെ നമിക്കുന്നു, അതുകൊണ്ട് എനിക്കും ശരണമാകണം. എന്നെ പോലെ തന്നെ ഒരുപാട് പേരെ അങ്ങയെ നമിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവർക്കൊക്കെ അങ്ങ് ശരണമായി ഭവിക്കുക. ഭക്തന്റെ ആ വിശാലമായ കാഴ്ചപ്പാടാണ്. താൻ മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ള ഭക്തന്മാർക്ക് മംഗളം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഭാവം. ഇപ്പൊ ഭഗവാന്റെ ഒരുപാട് പേരുകൾ പറഞ്ഞ് അങ്ങയെ നമിക്കുന്നവർക്കൊക്കെ ശരണം കൊടുക്കുക എന്ന് പറഞ്ഞു. ഇനി വീണ്ടും പേരുകൾ പറയുകയാണ്. കാമദ, കാമത്തെ നൽകുന്നവൻ.
നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അതെന്ത് തന്നെയാണെങ്കിലും നമുക്ക് നൽകുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് കാമദൻ. ഘൃണിൻ, ഘൃണശബ്ദത്തിന് പ്രകാശമെന്നും ചൂടെന്നും അർത്ഥമുണ്ട്. അപ്പൊ പ്രകാശമുള്ളവൻ, ചൂടുള്ളവൻ. ശത്രുക്കളെ തപിപ്പിക്കുന്നവനായതുകൊണ്ട് ഘൃണിൻ, ഭക്തന്മാർക്ക് വഴികാട്ടിയായി പ്രകാശിക്കുന്നവനായതുകൊണ്ടും ഘൃണിൻ. നിഖില കാരണ, എല്ലാത്തിനും കാരണമായിരിക്കുന്നവൻ. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉള്ളത് അങ്ങുള്ളത് കൊണ്ടാണ്. അങ്ങാണ് അതിനെല്ലാം ഉന്മ നൽകുന്നത്. അതുകൊണ്ട് നിഖില കാരണനാണ്. അപ്പൊ ഇങ്ങനെ കുറേ പേരുകൾ പറഞ്ഞു. എന്തൊക്കെയാണ്? മാധവ, മുകുന്ദ, മധുസൂദന, മുരാരി, വാമന, നൃസിംഹ, നതാനാം ശരണം ഭവ, കാമദ, ഘൃണിൻ, നിഖില കാരണ. ഇനി ഒരു പേരും കൂടി പറയുന്നു, അമരേഷ, അമരന്മാരുടെ ഈശനായിരിക്കുന്നവൻ, മരണമില്ലാത്തവൻ. വാസ്തവത്തിൽ ഭക്തരെ നമുക്ക് അമരന്മാരെന്ന് വിളിക്കാം. കാരണം ഭഗവാനെ അനുഭവിച്ചാൽ ഭഗവത് അനുഭൂതിയിൽ അവർക്ക് മോക്ഷം ലഭിച്ചു, മരണത്തിൽ നിന്നും മോചനം ലഭിച്ചു. പിന്നെ അവർക്ക് മരണം എന്ന ഭയമില്ല. അതുകൊണ്ട് അവർ അമരന്മാരായി. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് മുഴുവൻ ഈശനായിരിക്കുന്നവനെ നയേയം കാലം, ഞാൻ ഇങ്ങനെയെല്ലാം അങ്ങയുടെ പേര് വിളിച്ചുകൊണ്ട്, അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട്, അങ്ങയുടെ രൂപം സ്മരിച്ചുകൊണ്ട് എൻ്റെ കാലത്തെ കഴിക്കട്ടെ, നയിക്കട്ടെ. എനിക്ക് എത്ര ആയുസ് അനുവദിച്ചിട്ടുണ്ടോ അതിൽ ഞാൻ ചെയ്യേണ്ട പ്രധാന കർത്തവ്യം അങ്ങയുടെ ഉപാസനയാണ്. അപ്പൊ അങ്ങനെ ഉപാസന ചെയ്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്, അർത്ഥിക്കുകയാണ്. കാരണം ഉപാസന ശ്രേഷ്ഠമാണെന്ന് മനസ്സിലായാലും അത് ചെയ്യാനുള്ള പ്രേരണ നമുക്കുണ്ടാവണം. അത് ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ മഹിമ കേൾക്കണം, അദ്ദേഹത്തിനെ സ്തുതിക്കണം, അദ്ദേഹത്തിന്റെ നാമം ജപിക്കണം, അദ്ദേഹത്തിന്റെ കഥകൾ കേൾക്കണം. ഇതൊക്കെ ഒരു വിചാരം നമുക്ക് ഉണ്ടായാൽ തന്നെ ഭഗവത് അനുഗ്രഹമുണ്ടെന്ന് ഉറപ്പിക്കാം. കാരണം ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഇത്തരം വിചാരങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ കാലം കഴിക്കാനായിട്ട് എന്നെ അനുവദിക്കണം, എൻ്റെ ജീവിതത്തെ ധന്യമാക്കണം. നരസിംഹ നരസിംഹ, ഭഗവാനെ വീണ്ടും വീണ്ടും വിളിക്കുന്നു. ഇതായിരുന്നു 8ാമത്തെ ശ്ലോകം. മാധവ മുകുന്ദ മധുസൂദന മുരാരേ വാമന നൃസിംഹ ശരണം ഭവനതാനാം കാമദ ഘൃണിൻ നിഖില കാരണ നയേയം കാലമമരേഷ നരസിംഹ നരസിംഹ. 8 ശ്ലോകങ്ങൾ സമാപിച്ചു. ഇനി 9ാമതായിട്ടൊരു ഫലശ്രുതിയുണ്ട്, നമുക്കതും കൂടി നോക്കാം. അഷ്ടകമിദം സകല പാതക ഭയഗ്നം കാമദമശേഷ ദുരിതാമയ രിപുഘ്നം യഃ പഠതി സന്തതമശേഷ നിലയം തേ ഗച്ഛതി പദം സ നരസിംഹ നരസിംഹ. ഈ സ്തോത്രത്തിന്റെ മഹിമ വ്യക്തമാക്കുകയാണ്. അഷ്ടകം ഇദം, ഇദം ഈ അഷ്ടകം, അഷ്ടകത്തെ 8 ശ്ലോകങ്ങളുള്ള സ്തോത്രത്തെ സകല പാതക ഭയഗ്നം, സകല പാതകം, പാതകം എന്നാൽ പാപം, എല്ലാവിധ പാപങ്ങളിൽ നിന്നും ജനിക്കുന്ന ഭയത്തെ നശിപ്പിക്കുന്നതാണ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് പാപഭയമാണ്. താൻ ചെയ്തത് തെറ്റായി പോയോ, തെറ്റായി ചെയ്തു പോയല്ലോ, ഇനി അതുകൊണ്ട് എന്തൊക്കെ ദുരിതം ഉണ്ടാവും എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് സദാ ഭയത്താൽ തപിക്കുകയാണ്. അവൻ ചെയ്തു പോയ തെറ്റുകൾ അവന് പല ഭയങ്ങളെയും സൃഷ്ടിക്കുന്നു. അതായത് അതിന്റെ ഫലങ്ങൾ അവനിൽ ഭയമുണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഭയങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ എല്ലാ പാപഭയങ്ങളെയും ഒറ്റ ജപത്തോടു കൂടി തന്നെ ഇത് നശിപ്പിക്കും. അത്രയും ശക്തിയുള്ളതാണ്. ഇത് ജപിച്ചാൽ അത് ഉറപ്പാണ്. അതുകൊണ്ട് സകല പാതക ഭയഗ്നം. അപ്പൊ ഭയമുള്ളവര് ഉറപ്പായും ഇത് ജപിക്കണം. അവർക്ക് എല്ലാ പാപത്തിൽ നിന്നുമുള്ള ഭയത്തിൽ നിന്നും മോചനം ലഭിക്കും. കാമദം, ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നതാണ് ഈ സ്തോത്രം. അത്രയും ശ്രേഷ്ഠമായ അഷ്ടകമാണ്. അശേഷ ദുരിതാമയ രിപുഘ്നം, അശേഷമായ സമ്പൂർണമായ ദുരിതങ്ങളാകുന്ന ആമയമാകുന്ന ശത്രുവിനെ ഹനിക്കുന്നവനാണ്. അഥവാ ദുരിതങ്ങളും ആമയങ്ങളും ആകുന്ന ശത്രുക്കളെ ഹനിക്കുന്നതാണ് ഈ സ്തോത്രം. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമായിട്ട് വരുന്ന ദുരനുഭവങ്ങളാണ് ദുരിതങ്ങൾ. ആമയം എന്നാൽ രോഗം. അപ്പോൾ രോഗങ്ങളാകുന്ന ദുരിതങ്ങൾ എന്നും ദുരിതങ്ങളും രോഗങ്ങളും, ഇപ്പൊ രോഗങ്ങളല്ലാത്ത ദുരിതങ്ങളും, എല്ലാത്തിൽ നിന്നും എല്ലാവരും കൂടി നമ്മളെ ആക്രമിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശത്രുവായി ഭവിക്കുന്നു. അപ്പൊ റിപു എന്നാൽ ശത്രു. അപ്പൊ ഇവരാകുന്ന ശത്രുവിനെ ഹനിക്കുന്നതാണ് ഈ സ്തോത്രം, ഈ അഷ്ടകം. അതുകൊണ്ട് അശേഷ ദുരിതാമയ രിപുഘ്നം. അപ്പൊ നമുക്ക് ദുരിതങ്ങളും ആമയങ്ങളും ഇത് ജപിച്ചാൽ വരില്ല. നമ്മുടെ ദുരിതങ്ങളെല്ലാം തീരും, നമ്മുടെ രോഗങ്ങളെല്ലാം ശമിക്കും, നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ലഭിക്കും, നമുക്ക് എല്ലാ ഭയവും അസ്തമിക്കും. യഹ് പഠതി, അങ്ങനെയുള്ള ഈ സ്തോത്രത്തെ യഹ് പഠതി, ആര് പഠിക്കുന്നുവോ, സന്തതം, എല്ലാ കാലത്തും നിരന്തരം ദിവസേന ആരിതിനെ പഠിക്കുന്നുവോ, അശേഷ നിലയം, എല്ലാത്തിൻ്റെയും നിലയമായിരിക്കുന്നവൻ, എല്ലാത്തിൻ്റെയും വാസസ്ഥാനമായിരിക്കുന്നവൻ,
എല്ലാം ആരിൽ വസിക്കുന്നുവോ അവൻ വാസുദേവൻ എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്നവൻ, ലോകത്തിന് മുഴുവൻ ഇരിപ്പിടമായിരിക്കുന്ന തേ അങ്ങയുടെ ഈ അഷ്ടകം, അങ്ങയുടെ ഈ മഹിമയെ വർണ്ണിക്കുന്ന അഷ്ടകം ആര് പഠിക്കുന്നുവോ, യഹ് പഠതി സന്തതം ഗച്ഛതി പദം സ നരസിംഹ നരസിംഹ. അശേഷ നിലയമായ അങ്ങയുടെ പദത്തെ അവർ പ്രാപിക്കുന്നു. പദം എന്നതിൻ്റെ വിശേഷണമാണ് അശേഷ നിലയം. എങ്ങനെയുള്ള പദമാണ് അങ്ങയുടെ? എല്ലാവർക്കും ആശ്രയം നൽകുന്ന പദമാണ്, എല്ലാവരുടെയും വാസസ്ഥാനമായിരിക്കുന്നവർ. അവസാനമായി നമ്മൾ ചെന്നെത്തേണ്ടത് അവിടെയാണ്. അപ്പം നമ്മുടെ പ്രാപ്യസ്ഥാനമാണ്. അങ്ങനെ ഇരിക്കുന്ന അങ്ങയുടെ പദത്തെ ഗച്ഛതി അവർ പ്രാപിക്കുന്നു. ഇത് പഠിക്കുന്നവർ, സന്തതം ഇത് പഠിക്കുന്നവർ അത് നേടും. സ നരസിംഹ നരസിംഹ, അവൻ അത് നേടും എന്നുള്ളത് ഉറപ്പാണല്ലയോ നരസിംഹ നരസിംഹ എന്നിവിടെ പറയുകയാണ്. ഇതൊരു പ്രാർത്ഥനയും കൂടിയാണ്. ഇത് ജപിക്കുന്നവർക്ക് ഇതെല്ലാം നൽകിയാലും എന്ന് കവി തന്നെ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇതായിരുന്നു ഫലശ്രുതി. 9ാമത്തെ ശ്ലോകം. അഷ്ടകമിദം സകലപാതക ഭയഗ്നം കാമദമശേഷ ദുരിതാമയ രിപുഘ്നം യഹ് പഠതി സന്തതമശേഷ നിലയം തേ ഗച്ഛതി പദം സ നരസിംഹ നരസിംഹ. ഇതി ശ്രീ നരസിംഹാഷ്ടകം സമാപ്തം. ഓം തത്സത്. അങ്ങനെ ഭഗവാൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്ന ഈ അഷ്ടകം ഇവിടെ പൂർണ്ണമായി. വളരെ സുന്ദരമായ ഒരു അഷ്ടകമാണ്, വളരെ ശക്തിയുള്ള ഒരു അഷ്ടകമാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെറുതെ ഒന്ന് ജപിക്കുമ്പോൾ തന്നെ നമുക്ക് നരസിംഹഭാവം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റും. അത്രയും മനോഹാരിത ഇതിനുണ്ട്. ആ ഭാവം അനുഭവിച്ചാൽ തന്നെ നമ്മുടെ ഭക്തി വർദ്ധിക്കും. ശേഷമുള്ളതെല്ലാം നമുക്ക് സ്വാഭാവികമായും ലഭിക്കും. അതുകൊണ്ട് ഭക്തിയോടുകൂടി ജപിച്ചാൽ ഉറപ്പായും ഗുണം ചെയ്യുന്ന ഒരു സ്തോത്രരത്നം തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ജപിക്കാനുള്ള ഭാഗ്യം എല്ലാ ഭക്തോത്തമന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നരസിംഹമൂർത്തിയുടെ, ലക്ഷ്മി ദേവിയോട് കൂടിയിരിക്കുന്ന, താമരയുടെ ഉള്ളിലിരിക്കുന്ന, രാജകീയമായ പ്രൗഢിയോടുകൂടിയിരിക്കുന്ന, കരുണയുടെ ആലയമായിരിക്കുന്ന, ഭക്തരോട് സ്നേഹത്തോടുകൂടി നോക്കുന്ന, ഭക്തരെ സന്തോഷിപ്പിക്കുന്ന ആ ഭഗവാൻ നരസിംഹമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ ഈ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഭഗവാൻ നരസിംഹമൂർത്തേ, ഹരി ഓം.